ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് വേറൊരു രീതിയിൽ പാനൽ കട്ട് സ്കർട്ടിന് വെട്ടാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ചുറ്റും ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുമായിരുന്നു ഇത് എങ്ങനെയാകും എന്നറിയാനായിട്ട്. നാൻസി വെട്ടാൻ നോക്കിയിട്ട് പറ്റണില്ല. അപ്പോൾ നമ്മുടെ ധന്യ ചേച്ചി വന്നു, ഞാനിതാ വന്നിട്ടേന്ന് പറഞ്ഞിട്ട് വെട്ടി കൂട്ടറുണ്ട് കേട്ടോ. ഇതേപോലെ അങ്ങ് വെട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് മുറിച്ച് കഴിഞ്ഞ് നമ്മളത് വിതർത്തി കഴിയാൻ നേരത്തെ ഇതേപോലെ പിച്ച് ചീന്തിയ കണക്കിരിക്കും. ഇതിന് ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ പാനൽ കട്ട് സ്കർട്ട് റെഡി. അതിനൊക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി പേര് ഇതുപോലെ റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ചുരിദാർ അതിൻ്റെ എല്ലാത്തിൻ്റെ ഷോളോ ഓർഗൻസ ഷോളോ കണ്ടേക്കുന്നത് മേത്തിട്ട കിടക്കത്തില്ല. പക്ഷേ ഇതെങ്ങനെയല്ല, ഇത് ജോർജറ്റിൻ്റെ ഷോളാട്ടോ. മേത്തിട്ട കിടക്കും, ഒതുങ്ങി കിടപ്പുണ്ട്. പക്ഷെ ഞാൻ ഫോട്ടോയിൽ കണ്ടത് എന്തൊരു ഭംഗിയായിരുന്നു അറിയാം കാണാനായിട്ട്. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങി നോക്കണമെന്ന് തോന്നിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഫോട്ടോയിൽ അത്രയും ലുക്ക് ഇതിനില്ല. പിന്നെ 850 രൂപയ്ക്ക് ഇത്രയും ലുക്ക് തരാനല്ലേ പറ്റുള്ളൂ അല്ലേ. ഇതുപോലത്തെ ഫുൾ സ്ലീവ് ഒക്കെ നേരത്തെ ഇടാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ വലിയക്കാടിന് ഉടുപ്പ് കയറ്റിയിട്ട പോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ലിങ്ക് ആയിട്ട് ആയത് ഇവിടത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ പാവാടയുടെ പണി തീർന്നപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട് സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാനും ആളിട്ടിട്ടും കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഡൈ ചെയ്തെടുത്ത നിറാണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്?